ഓ എന്താ എല്ലാരും കൂടെ ഇരുന്ന് എന്താ ഗൂഢാലോചന? മീറ്റിംഗ് വല്ലതും ആണോ? ഞാൻ കൂടെ ജോയിൻ ചെയ്തോ? ഓൾറെഡി ജോയിൻ ചെയ്തല്ലോ. കറക്റ്റ് സമയത്തിന് നീ വന്നത്. എനിക്ക് കുറച്ച് സമയത്തിനുള്ളിൽ നല്ലൊരു കോഫി കൊണ്ടുവരും, കുടിച്ചിട്ട് പോ. കോഫി കുടിക്കാനാണോ എല്ലാരും വെയിറ്റ് ചെയ്യുന്നത്? ചേട്ടാ, ശിവാനി എടുത്തി ഉണ്ടാക്കുന്ന ഫിൽറ്റർ കോഫി കുടിച്ചിട്ടുണ്ടോ? അവരെങ്ങാനും ഒരു ഹോട്ടൽ തുടങ്ങിയുണ്ടല്ലോ, ഹോട്ടലിന് മുന്നിൽ ക്യൂ ആയിരിക്കും, അറിയോ? ശിവാനി അത്രയ്ക്ക് നന്നായിട്ട് കോഫി ഉണ്ടാക്കുമായിരുന്നല്ലേ? അപ്പൊ ആ കോഫി ഞാനും കുടിക്കണ്ടേ? അയ്യോ ഏട്ടത്തി, ഒരു കപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. അത് ഞാനെടുത്ത ബ്രോയ്ക്കോ? ഒരു കാര്യം ചെയ്യാം, എനിക്ക് വേണ്ട, ബ്രോയ്ക്ക് കൊടുത്തോ. എന്താ മോളെ ശിവാനി, എന്താ പറ്റിയേ? കൈ വരച്ചതാന്നാ തോന്നുന്നേ, അല്ലേ ശിവാനി? അല്ല മരുമോനെ, കോഫി മുഴുവൻ നിലത്ത് പോയല്ലോ. ബാഡ് ലക്ക്. ശിവാനിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ കോഫി കുടിക്കാനുള്ള ഭാഗ്യം എനിക്കില്ലാന്നാ തോന്നുന്നേ. ബ്രോ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? വേറൊരു കപ്പ് കാപ്പി ഉണ്ടാക്കി തന്നാ പോരെ, അല്ലേ ശിവാനി? ശിവാനി പ്ലീസ്, ഒരു കപ്പ് കോഫി എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരുമോ? ദമയന്തി, കോഫി വളരെ വളരെ നന്നായിട്ടുണ്ട്. തൃശ്ശൂലിന് എന്താ ഇടയ്ക്ക് ഇങ്ങനെ തലവേദന വരുന്നതെന്ന് മനസ്സിലായോ? ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ശിവാനി, കോഫി ആയില്ലേ? ഇല്ല, എനിക്കിനിയും ഇത് സഹിച്ചിരിക്കാൻ പറ്റില്ല. ആ ത്രിവിക്രമന്റെ ശല്യം പരിധിക്കപ്പുറമായി. അങ്കിൾ എന്തുകൊണ്ടാണ് അവനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്രയും പെട്ടെന്ന് അവൻ ഈ വീട്ടിൽ നിന്നും പോയേ പറ്റൂ. എനിക്കവന്റെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല. മഹാദേവ, എത്രയും പെട്ടെന്ന് ആ ത്രിവിക്രമനെ പുറത്താക്കാനുള്ള വഴി കാണിച്ചു തരണേ. ഇല്ലെങ്കിൽ എനിക്ക് തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഈ വീണ എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? ഹലോ, എന്തിനാ വീണ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഏടത്തി ഇപ്പൊ എവിടെയാ ഉള്ളേ? നിനക്ക് പറയാനുള്ളത് പറ. ഏടത്തി എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? എന്താ പറ്റിയേ? ഒന്നുമില്ല, നീ പറ വീണേ. അത് ശിക്കാരി ശംഭു എന്നെ ഇപ്പൊ ഒന്ന് വിളിച്ചായിരുന്നു. അവനെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരട്ടെ? ടെൻഷൻ പാർട്ടിയോ? അതാരാ? അശോ, ഞാനത് മറന്നു. അത് അജിത്തിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരട്ടേന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ? അതേ എടുത്തി, ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ? ഓ, അവനോ? ആ, മനസ്സിലായി. വീട്ടിലേക്ക് അവനെ കൊണ്ടുവരാലോ അല്ലേ എടുത്തി? ആ, വിളിച്ചോണ്ട് വാ വീണേ. വീട്ടില് ഇവിടെ എല്ലാവരോടും ഞാൻ പറഞ്ഞോളാം, നീ വിളിച്ചോണ്ട് വാ. താങ്ക് യു എടുത്തി, താങ്ക് യു സോ മച്ച്. ഞാൻ വേഗം വരാവേ. ശരി വീണേ.
അതെ, മെയിൻ ഡോറെങ്കിലും ക്ലോസ് ചെയ്തൂടെ? അറ്റ്ലീസ്റ്റ് ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പം റൂമിന്റെ ഡോറെങ്കിലും ക്ലോസ് ചെയ്തൂടെ? ഒന്നും മിണ്ടായിരിക്കും. ചോദിച്ചിട്ട് വേണ്ട അകത്തേക്ക് വരാൻ. അല്ല, നിങ്ങൾ ഈ ഗെറ്റപ്പിലായിരിക്കുന്ന ഞാനെങ്ങാനും സ്വപ്നത്തിൽ കണ്ടായിരുന്നോ? ഇങ്ങനെ സ്വപ്നം കാണുമോ? ഒന്ന് അപ്പുറത്തേക്ക് തിരിഞ്ഞെന്നേ. കണ്ണടച്ച് നിന്നാ മതി. എനിക്കും ഇതൊന്നും കാണാൻ ആഗ്രഹമില്ല. വേഗം ഡ്രസ് മാറും. എന്തിനാ ഇങ്ങോട്ട് വന്നേ? വേഗം റെഡിയാവും, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്ത്? നിന്റെ വീട്ടിലേക്കോ? അയ്യോ, എന്ത് പറ്റി? അതെ, എന്തിനാ ഇങ്ങോട്ട് നോക്കിയേ? അതിപ്പോ നിങ്ങൾ അയ്യോന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് നോക്കിപ്പോയതാ. അയ്യോന്ന് കേട്ടാ തിരിഞ്ഞു നോക്കണമെന്നുണ്ടോ? അയ്യോ ദൈവമേ, ഈ ആൺജന്മം മതിയായി, എനിക്ക് മതിയായി. ഓക്കെ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നോക്ക്, വേഗം റെഡിയായിട്ട് എന്റെ കൂടെ വാ, നമുക്ക് വീട്ടിലേക്ക് പോകണം. അന്ന് എന്റെ വീട്ടിലേക്ക് വന്നില്ല, അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും എന്റെ വീട്ടിലേക്ക് വരണം. അല്ല അത് നോക്ക്, ഞാൻ ഓൾറെഡി ഏട്ടത്തിയെ വിളിച്ച് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരുന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേഗം റെഡിയാവ്. വരൂ, വാനേ. ഇതാ എന്റെ വീട്. എങ്ങനെയുണ്ട്? ഹലോ ശിക്കാരി ശംഭു, എന്തെങ്കിലും മിണ്ടാതെ നിൽക്കുന്നേ? വീട് കണ്ട് ആസ്വദിക്കുമായിരുന്നോ? വാ, വീട്ടുകാരെല്ലാരും പരിചയപ്പെടാം. വാനേ. ഏട്ടത്തി, വീട്ടിലാരെയും കാണുന്നില്ലല്ലോ. അച്ഛനമ്മ, ഏട്ടൻ, മുത്തശ്ശി എല്ലാരും എവിടെ എടുത്തി? എല്ലാരും വന്നോളും, നിങ്ങൾ ഇരിക്കേ. അമ്മേ, മുത്തശ്ശി, തൃശൂൽ, എല്ലാരും ഇങ്ങ് വന്നേ. എന്താ വീണേ? എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു, എനിക്ക് പരിചയപ്പെടുത്തി തരുന്നില്ലേ? അയ്യോ സോറി ഏടത്തി. ഏടത്തി, ഇത് ഷിക്കാരി. സോറി. ഇതാണ് അജിത്ത്. ഏയ്, ഏടത്തിയുടെ നമസ്കാരം പറ. നമസ്കാരം. കുഴപ്പമില്ല, ഇരുന്നോളൂ. വീണ, ആരാ മോളെ ഇത്? മുത്തശ്ശി, ഇതാണ് എന്റെ ഫ്രണ്ട് അജിത്ത്. നമസ്കാരം. നമസ്കാരം. ബ്രോ, അജിത്ത്, ഇതാണ് എന്റെ മുത്തശ്ശി. നമസ്കാരം. അതാണ് എന്റെ അമ്മ. അവിടെ നിൽക്കുന്നില്ലേ, അതെന്റെ അങ്കിളാ, അതെന്റെ ആന്റി. പിന്നെ ഇതെന്റെ ചേട്ടൻ. ഹായ്. ത്രിവിക്രം, നീ എങ്ങോട്ടാ പോകുന്നേ? മുത്തശ്ശി, എനിക്ക് വേറെ ജോലിയുണ്ട്. യു ഗൈസ് ക്യാരി ഓൺ. ഞങ്ങളുടെ എസ്റ്റേറ്റിന്റെ അവിടെ മറ്റൊരു വീട് കണ്ടിട്ടില്ലേ, അത് ഇവരുടെയാ. ഇതെന്താ എല്ലാം നീ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അവനൊന്നും സംസാരിക്കില്ലേ? അവരിടയ്ക്ക് അങ്ങനെയാ, സംസാരം കുറവാ. എടോ ശിക്കാരി ശംഭു, ഒന്ന് സംസാരിക്കുന്നേ. അല്ല, ഈ ശംഭു ഓക്കെ, എന്തിനാ ശിക്കാരി ശംഭു എന്ന് വിളിക്കുന്നേ? അയ്യോ അങ്കിളെ, അത് ഞാനായിട്ട് അവനിട്ട് പേരാണ്. ഇവനെ ശിക്കാരി ശംഭു എന്നാ വിളിക്കുക. ഇയാൾക്ക് എപ്പോഴും നോക്കിയ ടെൻഷനാ, അതുകൊണ്ടാ ഇങ്ങനത്തെ ഒരു പേരിട്ട്. നിങ്ങളെ പറ്റി വീണമോൾ ഒരുപാട് പറയാറുണ്ട്. എന്നെ പറ്റിയോ? അയ്യോ, ചേട്ടൻ വെറുതെ തമാശ പറയാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഏട്ടാ, ഞാനെപ്പോഴാ ഏട്ടനോട് പറഞ്ഞേ? പറഞ്ഞിട്ടില്ല, പക്ഷെ ഇനി അങ്ങോട്ടേക്ക് പറയുന്നുള്ളത് പറഞ്ഞതാ, വേറൊന്നുമില്ല. വെറുതെ ഇങ്ങനെ ഒന്ന് ചുമ്മാ ഇരുന്നേ. വീണേ, നീ ആദ്യം വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ശരി മോ. ശിക്കാരി, അജിത് വാ. എന്താ ഡാഡ്, റൂമിലേക്ക് വരാൻ പറഞ്ഞ എന്തിനാ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ? നീ എന്നോട് ഒരു കാര്യവും മറച്ചു വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. പറയൂ, ഇച്ഛാധാരി നാഗത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്ന ഡാഡ്? ത്രിവിക്രം, നീ പറഞ്ഞതുപോലെ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇതുവരെ ഞാൻ പുറത്താക്കിയിട്ടില്ല. ഇവിടെ തന്നെ നിർത്തിയില്ലേ? നിനക്ക് ഞാൻ ജന്മം തന്നിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ എന്നേക്കാൾ കൂടുതലായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് മോനെ. നിന്നോടുള്ള സ്നേഹം ഒരിക്കൽ പോലും കുറഞ്ഞിട്ടില്ല. എന്നിട്ടും
നീ എന്നോട് പെരുമാറുന്ന ഈ രീതി കാണുമ്പോ എനിക്ക് സഹിക്കാനാവുന്നില്ലടാ. ഡാഡ്, ആരാ എന്നോട് സ്നേഹം കാണിച്ചേ? നിങ്ങൾക്ക് സത്യത്തിൽ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ശിവാനി എനിക്ക് തന്നെ കല്യാണം കഴിച്ചു തരുമായിരുന്നു, അല്ലാതെ തൃശ്ശൂരിലല്ല. അത് കഴിഞ്ഞു പോയ കഥയല്ലേ. അവരുടെ ജീവിതം അവര് തുടങ്ങിക്കഴിഞ്ഞു. അവളെക്കുറിച്ച് നീ ആലോചിക്കുന്നത് പോലും തെറ്റടാ. ഓഹോ, ഇതെല്ലാം നിങ്ങളുടെ മൂക്കിന് തുമ്പത്ത് നടന്നിട്ടും നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ജീവിക്കണം എന്നുവെച്ചാ എന്റെ ഇഷ്ടങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ പോലെ ആയിരിക്കണം എന്നല്ലേ? ത്രിവിക്രം, കാര്യങ്ങളൊക്കെ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ആ കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയണം. നിന്നോട് ഇച്ഛാധാരി നാഗറാണിയെ കുറിച്ച് ആരാ പറഞ്ഞത്? എന്നോട് ആരോ പറഞ്ഞതാ ഡാഡ്. പക്ഷേ നിങ്ങൾ കൊന്നു എന്നുള്ളത് സത്യമല്ലേ? സത്യമോ കള്ളമോ അതൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല. എന്നോട് ആര് പറഞ്ഞു എന്നുള്ളത് നിങ്ങളോടും പറയേണ്ട കാര്യമില്ല. നീ ഇപ്പോ പറയുന്നുണ്ടോ ഇല്ലയോ? പറയടാ. ഓഹോ, അപ്പൊ ഭീഷണിയുടെ സ്വരമാണല്ലേ? ഞാനും ഇതിനു വേണ്ടി തന്നെ കാത്തിരുന്നു. ഞാൻ ഒന്നും ചെയ്യില്ല, ചുമ്മാ പേടിപ്പിക്കുകയാണെന്ന് കരുതിയോ? ഇപ്പൊ കണ്ടോ നിങ്ങള്? നിൽക്ക്. എവിടേക്കാ നീ പോകുന്നേ? നിങ്ങൾ ചെയ്ത മോശം കാര്യം എല്ലാരോടും പറഞ്ഞ് നിങ്ങളുടെ മുഖംമൂടി അഴിക്കാൻ പോവാ ഞാൻ. ത്രിവിക്രം, കുട്ടിക്കളി കാണിക്കരുത്. നിനക്കെന്താ ബുദ്ധിയില്ലേ? ബുദ്ധിയുണ്ട്, അത് ഞാൻ ഇപ്പൊ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഡാ, വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറയുന്ന നീ കേക്ക്. വേണ്ട വേണ്ട. ഇവനെല്ലാ കാര്യവും വീട്ടുകാരോട് പറയാൻ പോവാണല്ലോ. കാര്യങ്ങളൊക്കെ അറിഞ്ഞ എന്നെപ്പറ്റി എല്ലാവരും എന്ത് വിചാരിക്കും? ഇതാണ് എന്റെ മുറി. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. താങ്ക് യു. നിങ്ങളിരിക്കെ. ഞാൻ എന്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ഒക്കെ കാണിച്ചു തരാം. ഇതാ നോക്ക്. ഈ ഫോട്ടോ കണ്ടില്ലേ? ഇത് ഫസ്റ്റ് ടൈം എന്നെ മമ്മി നന്നായി ഒരുക്കി സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് എടുത്ത ഫോട്ടോ ആണിത്. നന്നായിട്ടുണ്ടല്ലേ? ഇത് ഈ ഫോട്ടോ കണ്ടില്ലേ? ഇതെന്റെ അച്ഛന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോയാ ഇത്. നിക്ക്. ഈ ഫോട്ടോ കണ്ടില്ലേ? ഇതെന്റെ കുട്ടിക്കാലത്ത് ഒരു പായല് കടത്തി മുട്ടിലെഴയാൻ പഠിപ്പിച്ചപ്പോ എടുത്ത ഫോട്ടോയാണ്. ചെറുപ്പത്തിലെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു അല്ലേ? അപ്പോ ഇപ്പൊ കാണാൻ സുന്ദരിയല്ലെന്നാണോ? അല്ലല്ല, അങ്ങനെയല്ല. ഇപ്പോഴും വളരെ സുന്ദരിയാണ്. എന്താന്നറിയോ? എന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് എനിക്ക് എല്ലാം. എന്റെ മോം, എന്റെ ഡാഡ്, ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ തൃശൂലേട്ടൻ, പിന്നെ എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന എന്റെ ഏട്ടത്തി, പിന്നെ എന്റെ മുത്തശ്ശി. ഇവരെല്ലാരും പിരിഞ്ഞ് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാ കല്യാണം കഴിഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നത് തീരുമാനിച്ചത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതെ അതെ അതെ. അയ്യോ, ഇതിനും ഇങ്ങനെ ടെൻഷൻ അടിക്കുവാണല്ലോ. ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഈ സമയത്തെങ്കിലും കുറച്ച് ധൈര്യമായിട്ട് ഇരുന്നൂടെ? വാ, ഞാൻ ബാൽക്കണി എല്ലാം കാണിച്ചു തരാം. സോറി. അത് സാരമില്ല. താങ്ക്സ്. വരൂ, പുറത്തേക്ക് പോവാം. എന്താ എല്ലാരും വലിയ ചർച്ചയിലാണല്ലോ? വീണയുടെ ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നടാ. നീ വാ, ഇവിടെ ഇരിക്കെ. അയ്യോ, ഞാൻ ഇരിക്കാനൊന്നും വന്നതല്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നതാ. ഈ വീടിന്റെ അഭിമാനവും അന്തസ്സും ഒക്കെ ഇല്ലാതാവുന്ന വിഷയമാണ്. അങ്ങനെ ഇപ്പൊ എന്തുണ്ടായി മരുമോനെ? ആരെങ്കിലും വീടിന്റെ അന്തസ് പോകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തായിരുന്നോ? അല്ലടാ, കാലാകാലങ്ങളായി നമ്മുടെ വീടിന് ഒരു പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്. ആ പേരിന് കളങ്കം വരുത്തുന്ന കാര്യം ആര് ചെയ്തു എന്നാ? എന്താന്ന് പറയടാ, പറ. പറയാം മോം. നിങ്ങൾ ഈ കാര്യം അറിഞ്ഞ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല.
ഈ വിഷയം അറിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ് എന്റെ ഇപ്പോഴത്തെ ഡൗട്ട്. ബ്രോ എന്താ ഉണ്ടായെന്ന് വെച്ചാ പറ. അതിപ്പോ എങ്ങനെയാ ഞാൻ നിങ്ങളോട് പറയാ? അത് അല്ല, അളിയനത് എവിടെ പോയി? അളിയനും കൂടി വരട്ടെ, അദ്ദേഹം ഉള്ളതല്ലേ നല്ലത്. വേണ്ട അങ്കിളെ, അദ്ദേഹം ഉണ്ടെങ്കിൽ ശരിയാവില്ല. മരുമോനെ, എടാ എന്താ കാര്യം വെച്ചാ നീ അത് ഞങ്ങളോട് തുറന്നു പറയും. പറയട്ടെ, അങ്ങ് പറയാല്ലേ? വേറെന്താന്ന് കരുതിയേ? വീട്ടിൽ വന്നൊരു ഗസ്റ്റിന് വെള്ളവും ഭക്ഷണവും ഒന്നും കൊടുക്കാതെ ചുമ്മാ സംസാരിച്ചോണ്ടിങ്ങനെ ഇരിക്കുകയാണോ? അവൻ ഈ വീടിനെ പറ്റി നമ്മളെ പറ്റിയൊക്കെ എന്ത് വിചാരിക്കും? എന്താടാ, എന്തൊക്കെയാ നീ പറയുന്നേ? നീ പറയാമെന്ന കാര്യം ഇതായിരുന്നു. ഓ, ഇത് തന്നെ. എന്തേ എല്ലാരും പേടിച്ചു പോയല്ലേ?